കളഭമാടുന്ന നേരം ആ പരിമളം നന്ദമെൻ ഹൃദയം തഴുകി അഴകി. നമ്മൾ ബീഫ് വയ്ക്കാൻ പോകണം. ഒരു അടിപൊളി ബീഫ്, നമ്മൾ ക്ലാസ് സ്റ്റൈൽ നാടൻ ബീഫ് വയ്ക്കാൻ പോകണം. നമ്മളത് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ വേപ്പിലയുണ്ട്, മല്ലിയിലയുണ്ട്, തക്കാളിയുണ്ട്, ഉള്ളിയുണ്ട്, സവാളയുണ്ട്, കൊച്ചുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ അതാ കുറച്ച് തേങ്ങ, ഉണങ്ങിയ തേങ്ങ കട്ട് ചെയ്തതുണ്ട്. ഓക്കെ, ലെറ്റ്സ് മേക്ക് ഇറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ കുക്കറിൽ ബീഫ് ഒന്ന് ഒരു 6 വിസിൽസ്, നമ്മുടെ ബീഫിൻ്റെ നമ്മൾ മേടിക്കുന്ന ബീഫിൻ്റെ പരിമം പോലെ ഇരിക്കും. ലൈക്ക് നോർമലി വന്നിട്ട് വെള്ളത്തിട്ടുന്ന ഒരു 6-7 വിസിൽസ് മതി. നമ്മൾ കുക്കറിൽ ആദ്യം മാരിനേറ്റ് ചെയ്തിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കും, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബീഫ് ആഡ് ചെയ്യണം. 1/2 കിലോ ബീഫ് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലുള്ള നെയ്യുള്ള ബീഫ് എടുക്കുക. ഓക്കെ, ബീഫ് ഇട്ടു, നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ബീഫിന് എന്തായാലും വെള്ളം ഇറങ്ങും, എന്നാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. അതിനായി ഫസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നു, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് മല്ലിത്തണ്ട് വേണം, കുറച്ച് മതി, നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇച്ചിരി മതി. പിന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളി, ഇതിൽ സവാള ചേർക്കുന്ന മെയിനായിട്ട് കൊച്ചുള്ളി മാത്രം ഇട്ടാൽ മതി. കുറച്ച് കൊച്ചുള്ളി ഇടുക. തക്കാളിയൊക്കെ പിന്നെ ആഡ് ചെയ്താൽ മതി. തക്കാളിയിൽ ഒരു 3-4 മതി. ഓക്കെ, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ജിഞ്ചർ ഗാർലിക്. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുക, നമ്മൾ ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതെല്ലാം ഒരു 3 അല്ലി വെളുത്തുള്ളിയുടെ ഇടയാണ്. ഇതൊരു ജസ്റ്റ് ഒരു നല്ല ടെക്സ്ചർ കിട്ടുന്നതാണ്, കുറച്ച് ഭംഗിയായിട്ട് കിടക്കും. പിന്നെ നമ്മൾ പൊടി ആഡ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂണ്. ഓക്കെ, പിന്നെ സാദാ മുളക് പൊടി അതൊരു 1 ടേബിൾ സ്പൂണ്. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ. ഓക്കെ, കുറച്ച് കുരുമുളക്, ഇത്ര മതി. എന്നിട്ട് നമ്മൾ ബീഫിൻ്റെ മസാല ഉണ്ട്, ഇന്ന് എടുത്തിരിക്കുന്ന ബീഫ് റോസ്റ്റ് മസാലയാണ്. ഓക്കെ, മസാലയുടെ കുറച്ച് പിന്നെ ബീഫ് മസാലയുടെ നമ്മൾ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ. ഓക്കെ, പിന്നെ ഉപ്പിടാൻ മറക്കരുത്, ഉപ്പിടണം. ഇനി നമ്മളിടാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇവിടുത്തെ സ്പൂണിൻ്റെ എനിക്കറിയാവുന്ന ഇടണം. ഇതൊന്നുമില്ല. ലാസ്റ്റ് നമ്മൾ വിനീഗർ ഒഴിക്കണം, ഒരു 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. അപ്പോൾ ഒരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടും, അല്ലെങ്കിൽ ബീഫ് ഇച്ചിരി ഹാർഡായിപ്പോൾ. ഓക്കെ, ഇനി നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്യാം. സ്പൂൺ വെച്ച് മാരിനേറ്റ് ചെയ്യാം, കൈ വെച്ച് മാരിനേറ്റ് ചെയ്യുന്നതിന് നല്ലതാണ്. നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്യണം, ഒരു 2 മിനിറ്റ്സ് എങ്കിലും നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്യുന്നതിലാണ് നമ്മൾ ടേസ്റ്റ് ഇരിക്കുന്നത്. എത്രത്തോളം നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്യും അത്രത്തോളം. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, വേറെ ഒരു എണ്ണ ഒഴിക്കരുത്. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും അടിപൊളി ഒരു ഫ്ലേവർ വരും, നല്ലൊരു മണം വരും, നല്ല കളർ കിട്ടാം. ഓക്കെ ഗൈസ്, നമ്മളൊരു ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്ന കാര്യമില്ല, ബീഫിന് വെള്ളം ഇറങ്ങിക്കോളും. ഓക്കെ, ഇത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ക്ലോസ് ചെയ്യാം. വീട്ടിൽ നല്ല ക്ലോസ് ചെയ്തിട്ട് ഒരു 6 വിസിൽസിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നല്ല ഗൈസ്, ഹസ്ബൻഡിന് കുക്കിംഗ് ഞാനാണ് പഠിച്ചു കൊടുത്തത്. ഇപ്പോൾ ഹസ്ബൻഡ് വലിയ സ്റ്റാറായി കുക്കിംഗ് ഇരിക്കും. ഗൈസ്, നമ്മൾ റോസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. റോസി, how is magic? yes, magic. Okay. 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 ഗൈസ്, ഇനിയിപ്പോൾ എൻ്റെ ഹെൽപ്പറിന് ഓയിൽ ഒഴിക്കാൻ ചുമതല ഏൽപ്പിച്ചാണ്. 2 വിസിലായി.
പിന്നെ ഹെൽപ്പ് ചെയ്ത് ഓയിൽ ഒഴിക്കണം. ഇത് ആദ്യമായി കടുക് ഇടണം. ഓയിൽ ചൂടായി കടുക് ഇട്ടു. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളി ഇടണം. പെരുംജീരകമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോട്ടെ. കുറച്ച് കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് വഴറ്റിയിട്ട് വറ്റൽമുളക് കൂടെ ഇടണം. വറ്റൽമുളക് ഇടതിന് ശേഷം നമ്മൾ ബാക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഏകദേശം 1 ടേബിൾ സ്പൂൺ വരും. ഞാൻ പറയുന്നതെല്ലാം ഹാഫ് കിലോ ബീഫിനുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. കാര്യം മറക്കരുത് ഗൈസ്, ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങ കൊത്തിട്ട് കൊടുക്കണം. ബീഫും തേങ്ങ കൊത്തിട്ടൊരു ഗൈസ്. ഇനി നമ്മൾ ഉള്ളി ഇടണം. ഇതിൻ്റെ സവാളയും ചെറിയ ഉണ്ട്, മിക്സിയിൽ എടുക്കണം. ഇത് നല്ലതായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ബീഫ് ഓൾറെഡി 6 വിസിലായി അടക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇത് നല്ലതായിട്ട് വഴറ്റിയിട്ട് നമുക്ക് ബീഫിന് മിക്സ് ചെയ്തെടുക്കാം. ഹസ്ബൻഡ് ബീഫ് റോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് കിച്ചണിൽ പോയി നോക്കാം. ഇന്ന് എനിക്കങ്ങനെ വലിയ ജോലിയൊന്നുമില്ല. ഇന്ന് ഹസ്ബൻഡാണ് കുക്കിംഗ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ബീഫ് എന്തായെന്ന് നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. ഏട്ടാ, എന്തായി ബീഫ്? ഞാൻ പറഞ്ഞു തന്നപോലെ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഉള്ളി റോസ്റ്റ് ആക്കി വെക്കുവാണ്. ഉള്ളി നല്ല ബ്രൗൺ ആവുന്ന വരെ റോസ്റ്റ് ചെയ്യും. ബീഫ് എന്തായി? Hello guys, it's very hot over here. ചൂടെടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. But stay tuned. എൻ്റെ ബീഫ് ആൻഡ് പൊറോട്ട. ഹലോ ഗൈസ്, ഇതാ മണം അടിച്ചിട്ട് എൻ്റെ അടുത്ത കുരുത്തക്കേട് വന്നിട്ടുണ്ട്. ദിസ് ഇസ് കോൾഡ് ആസ് ദക്ഷാബദാനി അത്തം. ഓക്കെ, അയ്യോ ഒരാൾ ഇതാ മണ്ടയിൽ വരുന്നുണ്ട്. ദേ വരുന്നുണ്ട്. ഇതാ മരങ്കേരി പെണ്ണാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ബീഫൊക്കെ തണുത്തിട്ടുണ്ട്. നോക്കട്ടെ എൻ്റെ പരിപാടിയാണ്. ഓക്കെ, നമുക്ക് ഗൈസ് ബീഫ് അടിപൊളിയായിട്ട് ഒരു സ്പൂൺ എടുത്തോട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യണം. ഓക്കെ, ഹീറ്റ് കുറച്ച് കുറവാണ്. നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ബോണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, നല്ല ഹീറ്റാണ് ഗൈസ്. സോ സേഫ് സൈഡ് ഗൈസ്. ഇതിൽ നമ്മൾ കുറച്ച് ബീഫ് മസാല ചേർക്കാം. അപ്പോൾ ഒരു ഫ്ലേവർ വരും. ഓക്കെ, നമ്മൾ ബീഫ് മസാല ചേർത്ത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, നല്ലതായിട്ട് നമ്മൾ വഴറ്റിയിട്ടുണ്ട്. ബീഫിന് ഇച്ചിരി സ്റ്റോക്ക് ഒഴിക്കണം, അടി പിടിക്കാതിരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ വേറെ ചേർത്തിട്ടില്ല. ബീഫ് മസാലയും ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി അത്ര ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും തക്കാളിയെല്ലാം എന്താ ആ സ്റ്റോക്കിൽ കിടന്ന് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ബീഫ് ആഡ് ചെയ്യാൻ ടൈമായി. ഓക്കെ, ബാക്കി ബീഫ് ആഡ് ചെയ്യുന്ന ഫുൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ബീഫ് നല്ല കളറായി വന്നിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ്സ് ആകുമ്പോൾ ഇത് കറുത്ത നല്ല റെഡിയായി വരും. അടിപൊളി ബീഫ് കറിയാണ്. പ്ലീസ് എൻ്റെ ചാനൽ വ്യൂ ചെയ്യുന്ന എല്ലാവരും വിശ്വസിക്കും. ഞാനല്ലേ പറയുന്നത്, അടിപൊളി ബീഫാണ് ഗൈസ്. ബീഫ് സക്സസ് ആയിരിക്കണം. ബോയ്സിനെ എല്ലാം പറ്റത്തില്ല, ഗേൾസിന്. ഗൈസ്, കുക്കിംഗ് ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ പ്ലേറ്റ്സും വെസൽസ് എല്ലാം എനിക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുക്കിംഗ് മാത്രമേ ചെയ്യാറുള്ളൂ, വാഷിംഗ് അവർ ചെയ്യാറില്ല. അതാണ് ബോയ്സ്. ഓക്കെ ഗൈസ്, നമ്മുടെ ബീഫ് കറി റെഡി. ബോയ്സിൻ്റെ ബീഫ് വേറെ ലെവൽ ബ്രോ. സൂപ്പർ ബീഫാണ്. നല്ല ബീഫാണ്. ലൈഫിനായി കുറച്ച് ടേസ്റ്റ് നോക്കാം. ഗൈസ്, ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുത്തു അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ട്. സൂപ്പർ. ഓ ഗൈസ്, തടന്ന ഗൈസ്, നമ്മൾ അടിപൊളി ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഫൈനൽ ടച്ചിങ്സ് മാത്രമാണ്. നമ്മളത് മല്ലിയില കട്ട് ചെയ്തിടണം. ഇച്ചിരി വെളിച്ചെണ്ണ. ഓക്കെ ഗൈസ്, റെഡി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടെസ്റ്ററെ വിളിക്കണം, ചിനി ചേച്ചി വിളിക്കണം.
സോ ബോയ്സ് ബീഫ് സ്റ്റൈൽ ഇസ് റെഡി ഗൈസ്. ടെസ്റ്റ് കഴിച്ചതിന് ശേഷം 15 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ എന്തായാലും കഴിക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ വെക്കേഷൻ വരുമ്പോൾ ശബരിയും പല്ലവിയും സൂപ്പർ ആയിട്ടുള്ള സ്പെഷ്യൽ ഡിഷസ് ആയിരിക്കും വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരുന്നത്. ഇന്ന് അവരുടെ സൂപ്പർ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫ് കറിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? സൂപ്പർ ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഫുൾ ഞാൻ ഇപ്പൊ ഫിനിഷ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ ടെസ്റ്റ് ചേച്ചിയാണ് Okay, guys, stay tuned. ചേച്ചിയാണ് നമ്മുടെ ടെസ്റ്റ്. നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ടെസ്റ്റ് സൂപ്പർ ആയിട്ട് Okay, stay tuned guys, bye.